വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആറന്മുള വള്ളസദ്യയെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. രുചിപ്പെരുമ കൊണ്ടും ഭക്തരുടെ ബാഹുല്യം കൊണ്ടും പേരുകേട്ടതാണ് ആറന്മുള വള്ളസദ്യ. തിരുവോണത്തോണിക്ക് അകമ്പടിയായെത്തുന്ന പള്ളിയോടക്കാർക്കായി വഴിപാടെന്ന രീതിയിലാണ് ഓരോ വർഷവും വള്ളസദ്യ നടത്തുന്നത്. മധ്യ തിരുവിതാംകൂറിൻ്റെ രുചിയുടെ ഉത്സവം കൂടിയാണ് ഇത്. വഴിപാട് സമർപ്പിച്ചാൽ പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുക. വള്ളസദ്യ വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ആറന്മുള ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾ തുടങ്ങും. ഒരു പറ ദേവനും ഒരു പറ പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം. വള്ളപ്പാട്ടിലൂടെയായിരിക്കും സദ്യയുടെ വിഭവങ്ങൾ വിളമ്പാൻ ആവശ്യപ്പെടുക. ആദ്യം ഇലയിൽ 48 വിഭവങ്ങൾ കാണും. അതിനുശേഷമുള്ള വിഭവങ്ങളാണ് പാട്ടും പാടി ചോദിച്ചു വാങ്ങുന്നത്. 63 ഇനം കറികൾ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ സദ്യയാണ് ആറന്മുള വള്ളസദ്യയിൽ ഉൾപ്പെടുന്നത്. വിളമ്പുന്നതിനും ഉണ്ണുന്നതിനും ചില ചിട്ടവട്ടങ്ങളുണ്ട്. തൊട്ടുകൂട്ടുന്ന കറികൾ, കൂട്ടുകറികൾ, ചെറുകറികൾ എന്നിങ്ങനെ 3 ഭാഗങ്ങളായാണ് വള്ളസദ്യയുടെ കറികൾ. സാമ്പാർ ഒഴിച്ച് കഴിഞ്ഞാൽ പായസം വിളമ്പുന്ന രീതി ആറന്മുള വള്ളസദ്യയിൽ മാത്രം ഉള്ള പതിവാണ്. പരിപ്പ്, പുളിശ്ശേരി, കാളൻ, അവിയൽ, ഓലൻ, എരിശ്ശേരി, കൂട്ടുകറി, പച്ചടി, കിച്ചടി, മെഴുക്കുപുരട്ടികൾ, തോരനുകൾ, അച്ചാറുകൾ എന്നിങ്ങനെ 70ഓളം വിഭവങ്ങളാണ് വള്ളസദ്യയിൽ ഉണ്ടാവുക. എല്ലാ വർഷവും കർക്കിടകം 15 മുതൽ കന്നി 15 വരെയാണ് ആറന്മുള വള്ളസദ്യ നടക്കുന്നത്.